ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേന്ദ്രൻ. ഞാനിന്നിവിടെ മൈസൂർ ട്രിപ്പ് പാർട്ട് 2 പറയാൻ പോകുന്നത് മൈസൂർ സൂവിനെ പറ്റിയാണ്. ഇത് ഒരു 158 ഏക്കർ സ്ഥലത്ത് ആണ് ഈ സൂ നിലകൊള്ളുന്നത്. ഇത് രാജാക്കന്മാരിത് പണി കഴിപ്പിക്കുന്നത് 125 വർഷം മുമ്പാണ്. പിന്നെ ഏറ്റവും അവിടെ പോകാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ഒരു പോയിന്റ് ചൊവ്വ അവധിയാണ്. ഇതിനവർ പേരിട്ടിരിക്കുന്നത് ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ എന്നാണ്. നമ്മൾ സുവോളജിക്കൽ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ യഥാർത്ഥ പേര് ശ്രീ ചാമരാജേന്ദ്ര സുവോളജിക്കൽ ഗാർഡൻ. സുവോളജിക്കൽ ഗാർഡനിൽ നമ്മൾ അടച്ചിട്ടിരിക്കുന്ന അവിടെ നിന്ന് ഇപ്പോഴത്തെ എൻട്രിയാണ് ഈ കാണുന്നത്. ഒരു ടണൽ പോലെ ഉണ്ടാക്കി വെച്ചു. അത് നേരെ ചെന്ന് നിൽക്കുന്നത് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ മലയാളി ഹോട്ടലുകളുണ്ട്. സബ്സിഡൈസ്ഡ് റേറ്റിൽ നമുക്ക് ഭക്ഷണം കിട്ടും. അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് അകത്തോട്ട് കയറുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു 3 മണിക്കൂർ എടുക്കും. ഇതൊക്കെയാണ് അതിൻ്റെ പാർക്കിങ്. നമുക്ക് എന്തുമാത്രം കാറുകളിൽ കൊണ്ടുവന്നാലും ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ടണലിൽ കൂടെ നമ്മൾ കയറി ചെല്ലുന്നത് ഇതിൻ്റെ ടിക്കറ്റ് കൗണ്ടറിലാണ്. അപ്പോൾ ടണലിൽ കയറിയ സന്തോഷത്തിൽ എല്ലാവരും കൂടെ പോവുക. അകത്ത് കിടന്നിരിക്കുക. അപ്പോൾ ഇതിൽ എന്തൊക്കെ സംഭവം ഉണ്ടെന്ന് അവരിവിടെ ഒരു ചെറിയ ചാർട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ളത് ആദ്യം പക്ഷികൾ, പിന്നെ ഉരഗങ്ങൾ, അത് കഴിഞ്ഞ് മൃഗങ്ങൾ. അങ്ങനെ 3 ഗ്രേഡിലുള്ള ആളുകളാണ്. ഇതാദ്യം കാണുന്ന കിളികൾ കൊച്ചു കൊച്ചു കിളികൾ, നമ്മുടെ ലവ് ബേർഡ്സിനെയൊക്കെ പോലെയുള്ള. പക്ഷെ അതൊന്നും ഫോട്ടോയിൽ അത്ര ക്ലിയർ ആകാൻ സാധ്യതയില്ല. ഇതിൻ്റെ അകത്തും കുറേ കൊച്ചു കൊച്ചു കിളികളാണ്. നമ്മളിതരം കൂടുതലായിട്ടിരിക്കുന്നതുകൊണ്ട് ഒരു ഫോട്ടോയിൽ അതിൻ്റേതായിട്ടുള്ള ഒരു എഫക്റ്റ് കിട്ടുന്നുള്ളതല്ല. അല്ലാതെ കിളികളെല്ലാം കൊച്ചു കൊച്ചു കിളികൾ. നമുക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണമെങ്കിൽ ഇതുപോലുള്ള വണ്ടികൾ അവൈലബിൾ ആണ്. പക്ഷേ ഈ വണ്ടികളിൽ പോകുന്നതിനേക്കാളും നമുക്ക് ഇതിനെയൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നത് ഇതിൻ്റെ അടുത്തുകൂടെ തന്നെ നടന്നു പോകുന്നത്. അതാ കുറേ സുഖം. ഇച്ചിരി ദൂരെ പോയി ഇരിപ്പുണ്ട്. പക്ഷെ അവൻ വളരെ നിരാശയിലാണെന്ന് തോന്നുന്നു. ഇത് കിളികളുടെ സെക്ഷൻ കഴിഞ്ഞ്. പക്ഷേ ഇനി അടുത്തത് മൃഗങ്ങൾ. ഇവന് വേണ്ട എക്സർസൈസിനുള്ള എല്ലാ ഫെസിലിറ്റിയും ഇവിടെ ചെയ്തു കൊടുത്തിരിക്കും.
ഇതില് ഇവിടെ വന്നിട്ടും എല്ലാം നല്ല ചില്ലൊക്കെ ഇട്ടിരിക്കുകയാണ്, കാണാനൊക്കെ രസമുണ്ട്. പക്ഷെ ഇവനൊക്കെ കിടന്ന് ഉറങ്ങുക. ഇതിലിപ്പോ 3 പേരുണ്ട്, പക്ഷെ 3 പേരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക. ആരും ഒന്ന് നമുക്ക് മുഖം തരുന്നില്ല. മുഖം തന്നാലേ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. ഒരാളെന്തോ ഭാഗ്യത്തിന് എണീറ്റ്, പക്ഷെ എന്നാലും അവൻ മുഖം തരുന്നില്ല. ഇവനെ നമ്മളെ കൂട്ടിലാക്കിയതിൽ എന്തോ ഒരു മനപ്രയാസം ഉണ്ടെന്ന്. അതാണ് എല്ലാരും കിടന്നുറങ്ങുന്നു, ഒരാൾ മാത്രം. വൈറ്റ് ടൈഗർ എന്നൊക്കെ എഴുതി വെച്ചിരിക്കണൊന്നും ഞാൻ കാണാനില്ല. ഞാൻ കുറെ നേരം നോക്കിയിരുന്നു. സിംഹത്തിന്റെ മടയാണ്, പക്ഷേ ഒരാളിൽ അവിടെ കിടന്ന് എല്ലാം കിടന്ന് ഉറങ്ങുക. ഇവിടെ നിന്നാല് കുറച്ചുകൂടെ സിംഹം കുറച്ചുകൂടെ ഇതായിട്ട് കാണാം. സിംഹവാലൻ കുരങ്ങ്, ഗോറില്ലാണെന്ന് തോന്നുന്നു. ഗോറില്ല. എനിക്ക് തോന്നുന്നു ഇവരുടെ ഈ സെഡൻഡറി ലൈഫ് അവർക്ക് അത്ര ഇഷ്ടം പോരാ. എല്ലാം ഒരു മടിയന്മാരെ പോലെ. காணவே முடியாது. സീബ്ര കരടിയാണ് ആകെ നമുക്കൊരാള് പോസ് ചെയ്ത് തന്നത്. അതിനകത്ത് 2 കരടികളുണ്ട്. ഇവന്മാർ മാത്രമാണ് നമ്മൾ ഇത്രയും കണ്ട ജീവികളിൽ ഒരിച്ചിരി ആക്റ്റീവായിട്ടുള്ളത്. ബാക്കിയെല്ലാം സെഡൻഡറി. കുറെ എണ്ണം ഉണ്ട്. കുറെ മാനുകൾ. ഇത് വേറൊരു തരം മാനുകൾ. എല്ലാവരും ശരിക്കും ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു സെഡൻഡറി മൂഡില്ല. നീറ്റ്നെസ് വളരെ കുറവാണ്. ഇവിടെ എല്ലാം അതിൻ്റെ കാഷ്ടവും വാടയും ഭയങ്കര വാടയൊക്കെയാണ്. വേറെ കുറച്ചുകൂടെ വലിയ മാൻ. ഈ സ്ഥലത്ത് നിന്നാൽ കുറച്ചുകൂടെ നല്ല വ്യൂ ആണ്. ഈ ഇപ്പം കണ്ട സംഭവത്തിന് അവർ പേര് കൊടുത്തിരിക്കുന്നത് ഹോഗ് ഡിയർ, ബാർക്കിംഗ് ഡിയർ. ദേവന എവിടെയൊക്കെ കിടപ്പുണ്ട്. പിന്നെ നമ്മുടെ സ്വന്തം ആന, ഇന്ത്യൻ ആന. ഇവിടെ നിന്ന് നമുക്ക് കുറച്ചുകൂടെ അടുത്ത് കാണാം. എല്ലാവരും നല്ല ഫുൾ ടാങ്ക് അടിച്ചിട്ട് നിൽക്കുകയാണ് ഭക്ഷണമേ. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കുറെ കാട്ടുപോത്തുകളെ.
നമ്മുടെ ആനയല്ല, ഇത് ആഫ്രിക്കൻ ആന. ഇതിനെ കാണാൻ നമ്മുടെ ആനയുടെ അത്രയും ഒരു സുഖമില്ല. നമ്മുടെ ഇതൊക്കെ നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കാണുന്ന കുരങ്ങുകൾ. കണ്ട ആളിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് മിർക്കാർ. പെറ്റകൾക്ക് അവർ കൊടുത്തിരിക്കുന്ന പേര് സംബാർ ഡിയർ. അതൊരു വലിയ പാമ്പാണ്, പക്ഷെ അതെ അത്ര ലൈറ്റിലല്ല കിടക്കുന്നത്. അത് കാരണം ഇത്രയൊക്കെ കിട്ടുന്നുള്ളൂ. അവിടെ കിടപ്പുണ്ട്, പക്ഷെ ഇത്രയൊക്കെ അത് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു.
എല്ലാം മുതലകളാണ്. ഈ ഭാഗം മൊത്തം മുതലകൾ. പലതരം കൊക്കുകൾ. हॉटला मी क्लिक केला आणि हलवला तर हल्ला. നമ്മുടെ നാട്ടിൽ കാണുന്ന കറുത്ത ആമ, നക്ഷത്രാം. അവിടെ എഴുതി വച്ചിരിക്കുന്നത് യമു എന്നാണ്. യമു പക്ഷി. അതിൻ്റെ ഇടയ്ക്കൊരു മയില് പീലി വിടർത്തി ആടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ ദൂരെ നിൽക്ക്, അടുത്തടുത്ത് വരുന്നുണ്ട്. ഇത്രയൊക്കെ അവനടുക്കത്തുള്ളൂ. ഇടയ്ക്ക് കുറേ ജറാപ്പുകളുണ്ട്. ചിലരുടെയൊക്കെ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇത് അവിടെ കൊത്തിവെച്ചിരിക്കുകയാണ്. പക്ഷേ ചെവിയൊക്കെ അനക്കുന്നുണ്ട്.